എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 പരീക്ഷകൾ നാളെ മുതൽ ആരംഭിക്കും. +2 പരീക്ഷകൾ നാളെ മുതലും +1 പരീക്ഷകൾ മാർച്ച് 6-ാം തീയതി മുതലുമാണ് ആരംഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു +1 ആദ്യമായിട്ട് +1 മാത്രമാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ അതല്ലെങ്കിൽ +2 ആണ് എഴുതുന്നതെങ്കിലും നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 60 മാർക്കിൽ ജയിക്കാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 18 മാർക്കാണ് വേണ്ടത്. എന്നാൽ അതിൽ ഡബിൾ പാസ് എന്ന് പറയുന്നത് 36 മാർക്കാണ്. ഇനി അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജയിക്കാനായിട്ട് 24 മാർക്കാണ് മിനിമം ഒരു വിഷയത്തിൽ വേണ്ടത്. എന്നാൽ നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് ഇനത്തിൽ ആയിട്ട് 48 മാർക്ക് നേടേണ്ടതാണ്. അതായത് ഈ ഒരു 60 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങളൊരു 36 മാർക്കും അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിലൊരു 48 മാർക്കും വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ കൂടുതൽ എത്രത്തോളം മാർക്ക് വാങ്ങിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ അതൊരു പ്രയോജനപ്രദം ആയിരിക്കും. കാരണം നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു പാസ് മാർക്ക് നേടുക എന്നുള്ളത് വിചാരിച്ച് പരീക്ഷ എഴുതും. എന്നാൽ നിങ്ങൾക്ക് പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് അതായത് ആ ഒരു മാർക്കിന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ തന്നെ അതായത് ചില കോഴ്സുകളിലെ അഡ്മിഷന് നിശ്ചിത ശതമാനം മാർക്ക് വേണമെന്ന് പറയും. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾ ചിന്തിക്കും ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾ അതേക്കുറിച്ച് ആലോചിക്കുകയും അതുപോലെ തന്നെ അതേക്കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് നേടാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് നേടുക. കാരണം നിങ്ങൾക്ക് +2 അല്ലെങ്കിൽ +2 ജയിച്ച ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് ആ ഒരു ജയിച്ച സബ്ജക്റ്റിൻ്റെ മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നില്ല. ഒരു വിഷയത്തിൻ്റെ മാർക്ക് മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനാണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ അതായത് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ടാണ് +2 വിദ്യാർത്ഥികൾക്കുള്ള അവസരം നൽകുന്നത്. +1-ൽ മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. എന്നാൽ 3 വിഷയം മാത്രമാണ് +1-ൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യവും നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ പബ്ലിക് എക്സാമിനേഷൻ ടൈമിലാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇപ്പോൾ നിലവിൽ ഈ വർഷം മുതൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതായത് ഡബിൾ പാസ് മാർക്കെങ്കിലും മിനിമം നേടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും വർഷത്തിൽ മാർക്കിൻ്റെ എന്തെങ്കിലും വ്യത്യാസമൊക്കെ വരുന്ന സമയത്ത് അത് ഇതുമായി താരതമ്യം ചെയ്ത് നോക്കുന്ന സമയത്ത് ടോട്ടൽ പാസ്സാവുന്നതിനായിട്ടാണ് ഈ രീതിയിൽ നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് വാങ്ങിക്കണം എന്ന് പറയുന്നത്. ഡബിൾ പാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് 60 മാർക്കിൽ ജയിക്കാനായിട്ട് മിനിമം ഒരു വർഷം വേണ്ടത് നിങ്ങൾക്ക് 18 മാർക്കാണ്. അതുപോലെ തന്നെ 80-ൽ ആണെങ്കിൽ നിങ്ങൾക്ക് 24 മാർക്ക് മാത്രമാണ് ജയിക്കാനായിട്ട് വേണ്ടത്. 2 വർഷം ജയിക്കാനായിട്ട് ഈ ഒരു 60 മാർക്കിൻ്റെ വിഷയത്തിൽ 36ഉം 80 മാർക്കിൻ്റെ വിഷയത്തിൽ 48 മാർക്കുമാണ് വേണ്ടത്. അതായത് ഈ ഒരു മാർക്കിൻ്റെ ഡബിൾ ആയിട്ടുള്ള മാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഡബിൾ പാസ് മാർക്ക് നിങ്ങൾ വാങ്ങുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓവറോളായിട്ട് ജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കൂട്ടുന്നതിനും സാധിക്കും. അത് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദവും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് +2 ടൈം ടേബിളാണ് നോക്കുന്നത്. +2 ടൈം ടേബിൾ നാളെ മുതലാണ് ഈ ഒരു +2-ന് പരീക്ഷ ആരംഭിക്കുന്നത്. ആദ്യം പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷാണ്. പിന്നീട് മാർച്ച് 5-ാം തീയതി ബുധനാഴ്ച ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയും മാർച്ച് 7-ാം തീയതി വെള്ളിയാഴ്ച ബയോളജി, ഇലക്ട്രോണിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത സാഹിത്യ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. അതുപോലെ തന്നെ മാർച്ച് 10-ാം തീയതി കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, അതുപോലെ ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയും. അതുപോലെ തന്നെ മാർച്ച് 17-ാം തീയതി തിങ്കളാഴ്ച മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, സംസ്കൃത ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയും. അതുപോലെ തന്നെ 19-ാം തീയതി ബുധനാഴ്ച പാർട്ട് 2 ആയിട്ടുള്ള ലാംഗ്വേജസ്, അത് സെക്കൻഡ് ലാംഗ്വേജസും അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുമാണ്. അതുപോലെ തന്നെ മാർച്ച് 21-ാം തീയതി വെള്ളിയാഴ്ചയുള്ള എക്സാമിനേഷൻ എക്കണോമിക്സ്, ഇലക്ട്രോണിക് സിസ്റ്റംസ് എന്നിവയും. അതുപോലെ മാർച്ച് 24-ാം തീയതി തിങ്കളാഴ്ചയുള്ള പരീക്ഷ ജിയോഗ്രഫി, അതുപോലെ മ്യൂസിക്, സോഷ്യൽ വർക്ക്, അതുപോലെ ജിയോളജി, അക്കൗണ്ടൻസി എന്നിവയാണ്. അതുപോലെ തന്നെ മാർച്ച് 26-ാം തീയതി ബുധനാഴ്ചയുള്ള എക്സാമിനേഷൻ ഹോം സയൻസ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ് ആ ഒരു ദിവസത്തെ പരീക്ഷ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാമിന് ഹാജരായിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു +2 എല്ലാവിധ എക്സാമിനേഷൻസും ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകുന്നേരം 4:15 വരെയാണ്. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1:30 മുതൽ 3:45 വരെയും. അതുപോലെ അതിൽ ബയോളജി നിങ്ങൾക്ക് 4:25 വരെയാണ് പരീക്ഷ ഉണ്ടാവുക. കാരണം അതിൽ സുവോളജിയും ബോട്ടണിയും ഉണ്ട്. അതുപോലെ തന്നെ 25 മിനിറ്റ് കൂൾ ഓഫ് ടൈമും അനുവദിച്ചിട്ടുണ്ട്. മ്യൂസിക് ആണെങ്കിൽ 1:30 മുതൽ 3:15 വരെ ആയിരിക്കും എക്സാമിനേഷൻ ഉണ്ടാവുക, കൂൾ ഓഫ് ടൈം ഉൾപ്പെടെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഉച്ചയ്ക്ക് ഏകദേശം 1:30 മുതലാണ് പരീക്ഷ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്
ഒരു ഉച്ചയ്ക്ക് ഒരു 12:30 1 മണി ആ ഒരു ടൈമിനുള്ളിലേക്ക് സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ലേറ്റായിട്ട് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ആവുകയും പിന്നീട് പഠിച്ച സംഭവങ്ങളൊക്കെ നിങ്ങൾ മറന്നു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ സ്കൂളിൽ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് +1ൻ്റെ ടൈം ടേബിൾ നോക്കാം. +1ൻ്റെ ഇംഗ്ലീഷ് പരീക്ഷ രാവിലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ +1ൻ്റേത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറിയുടെ സാധാരണ പബ്ലിക് എക്സാമിനേഷനും നടക്കുന്നുണ്ട്. അതായത് എല്ലാവിധ എക്സാമിനേഷൻസും +1ൽ നിലവിൽ അതായത് ഈ ഒരു 6-ാം തീയതി മുതൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 6-ാം തീയതിയിലെ അതായത് മാർച്ച് 6-ാം തീയതി മുതലാണ് ഈ ഒരു പരീക്ഷ ആരംഭിക്കുന്നത്. അപ്പോൾ മാർച്ച് 6-ാം തീയതി വ്യാഴാഴ്ചയുള്ള എക്സാമിനേഷൻ പാർട്ട് 2 ആയിട്ടുള്ള അതായത് സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും അന്നത്തെ ദിവസമുണ്ട്. അതുപോലെ തന്നെ പാർട്ട് 2 ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ അതിൽ ഹിന്ദി, അതുപോലെ സംസ്കൃതം, അതുപോലെ ചില സ്കൂളുകളിലാണ് സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതം വരുന്നത്, ചില സ്കൂളിൽ ഹിന്ദിയാണ് വരിക. സാധാരണ ഹിന്ദിയും മലയാളവുമാണ് സാധാരണഗതിയിൽ അധിക സ്കൂളുകളിലും സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളത്. ചില സ്കൂളുകളിൽ ജർമ്മൻ ഇതുപോലുള്ള ഭാഷകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ സെക്കൻഡ് ലാംഗ്വേജ് ആ ഒരു സബ്ജക്റ്റാണ് അന്നത്തെ ദിവസം ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു മാർച്ച് 11-ാം തീയതി ഉള്ള എക്സാമിനേഷൻ, അതായത് മാർച്ച് 11-ാം തീയതിയുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് എക്സാമിനേഷൻ ഉള്ളത്. അപ്പോൾ ചൊവ്വാഴ്ചയുള്ള എക്സാമിനേഷൻ ഹോം സയൻസ്, ഗാന്ധി സ്റ്റഡീസ്, അതുപോലെ തന്നെ ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ്. അതുപോലെ തന്നെ മാർച്ച് 15-ാം തീയതി പിന്നീട് ശനിയാഴ്ചയാണ് എക്സാമിനേഷൻ ഉള്ളത്. ശനിയാഴ്ചയുള്ള എക്സാമിനേഷൻ കെമിസ്ട്രി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, ബിസിനസ് സ്റ്റഡീസ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയാണ്. അതുപോലെ തന്നെ 18-ാം തീയതി അതായത് 18-ാം തീയതി ചൊവ്വാഴ്ചയാണ് ജിയോഗ്രഫി, അതുപോലെ മ്യൂസിക്, സോഷ്യൽ വർക്ക്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി എന്നിവയാണ്. അതുപോലെ തന്നെ ഈ ഒരു 20-ാം തീയതി അതായത് വ്യാഴാഴ്ചയാണ് എക്സാമിനേഷൻ വരുന്നത്. ബയോളജി, ഇലക്ട്രോണിക്സ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃത് സാഹിത്യ, അതുപോലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നിവയാണ്. പിന്നീടുള്ള എക്സാമിനേഷൻ ശനിയാഴ്ച അതായത് 22/3/2025 ശനിയാഴ്ചയുള്ള എക്സാമിനേഷൻ ഫിസിക്സ്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയാണ്. പിന്നീട് 25-ാം തീയതി അതായത് മാർച്ച് 25-ാം തീയതി ചൊവ്വാഴ്ചയുള്ള എക്സാമിനേഷൻ മാത്തമാറ്റിക്സ്, പാർട്ട് 3 ലാംഗ്വേജസ്, സംസ്കൃത് ശാസ്ത്ര, അതുപോലെ തന്നെ സൈക്കോളജി എന്നിവയാണ്. പിന്നീട് 27-ാം തീയതി വ്യാഴാഴ്ചയുള്ള എക്സാമിനേഷൻ എക്കണോമിക്സ്, ഇലക്ട്രോണിക്സ് സിസ്റ്റംസ് എന്നിവയാണ്. പിന്നീടുള്ള എക്സാമിനേഷൻ 29-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ 29-ാം തീയതി ശനിയാഴ്ചയുള്ള പാർട്ട് 1 ഇംഗ്ലീഷ് എക്സാമിനേഷൻ നിങ്ങൾക്ക് രാവിലെയാണ് ഉണ്ടാവുക. രാവിലെ 9:30 മുതലാണ് എക്സാമിനേഷൻ ആരംഭിക്കുക. നിങ്ങൾ രാവിലെ ഏകദേശം 9 മണിക്കേക്ക് സ്കൂളിൽ എത്തിച്ചേരേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അതായത് നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1:30 മുതൽ 4:15 വരെയാണ്. ബയോളജിയും മ്യൂസിക്കും ഒഴികെയുള്ള പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 1:30 മുതൽ 3:45 വരെയും, ബയോളജി ആണ് എങ്കിൽ നിങ്ങൾക്ക് 1:30 മുതൽ 3:55 വരെയുമാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിൽ നിങ്ങൾക്ക് 1:30 മുതൽ 3:15 വരെയാണ് എക്സാമിനേഷൻ. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോഴേക്കും സ്കൂളുകളിൽ എത്തിച്ചേരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 29-ാം തീയതി നടത്തുന്ന അതായത് 29-ാം തീയതി ശനിയാഴ്ച നടത്തുന്ന +1ൻ്റെ പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷ് പരീക്ഷ രാവിലെയാണ് ഉണ്ടാവുക. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:15 വരെയാണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ ടൈം അല്പം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ ഒരു ഇംഗ്ലീഷിൻ്റെ പരീക്ഷ 29-ാം തീയതിയിലെ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയെങ്കിലും അത് നിലവിൽ 9:30 മുതൽ 12:15 വരെ ആക്കിയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷ രാവിലെയാണ് പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷ് പരീക്ഷ ഉണ്ടായിരിക്കുക. അതായത് +1ൻ്റേതാണ്. +1ൻ്റേത് ബാക്കി പരീക്ഷകൾ ഉച്ചയ്ക്ക് 1:30 മുതലാണ് 1 മണിക്കേക്ക് അല്ലെങ്കിൽ 12:30 സ്കൂളിലെത്തുക. എന്നാൽ 29-ാം തീയതി മാർച്ച് 29-ന് നടക്കുന്ന പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷ് പരീക്ഷ രാവിലെ 9:30 മുതൽ 12:15 വരെയാണ്. വിദ്യാർത്ഥികൾ രാവിലെ 9 മണിക്കേക്ക് സ്കൂളിൽ ഈ ഒരു 29-ാം തീയതി ഹാജരായി പരീക്ഷ എഴുതുക. ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് പരീക്ഷയുടെ ആ ഒരു ടൈമിൽ മാത്രമാണ് ഇവിടെ ചേഞ്ച് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള പരീക്ഷ ഉച്ചയ്ക്ക് ശേഷമാണ്. എന്നാൽ ഇംഗ്ലീഷ് പരീക്ഷ രാവിലെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.